ചിന്താഗതി എത്രമാത്രം ശരിയാണെന്ന് കേട്ടു. അപ്പൊ ഞാൻ അവിടെ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ ഞാൻ ഒരു പ്രായമുള്ള ആളുടെ ചിത്രം അവിടെ ഒരു കുറെ ഈ മോശം സാധനം കച്ചറ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതിന്റെ താഴെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ പോലെ ഇട്ടേക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു അതാരാണെന്ന് ചോദിച്ചു പറഞ്ഞു അച്ഛനാണ് എന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതെന്താണ് അങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്, വീട് ഷിഫ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി കൊണ്ടിട്ടാണോ? അപ്പൊ അല്ല, ഞങ്ങളത് ഹാളിലിട്ട് മാലയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആരും ഒരു ജോത്സ്യൻ പറഞ്ഞു അത്രയും അച്ഛന്റെ ചിത്രം, മരിച്ചുപോയ അച്ഛന്റെ ചിത്രം ഇവിടെ വയ്ക്കാൻ പാടില്ല, പക്ഷേ അത് ദോഷമാണ്, നിങ്ങളുടെ ബിസിനസ് തകർന്നതിന്റെ കാരണം ഈ അച്ഛന്റെ ചിത്രം ഇവിടെ വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ അച്ഛന്റെ അല്ലാതെ ജോത്സ്യന്റെ അച്ഛന്റെ പടമാണോ നിങ്ങൾ വീട്ടിൽ കൊടുത്തുകൊണ്ടേ? ഇങ്ങനെ ഞാൻ ചോദിച്ചത് കേട്ടോ, ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ എന്റെ രീതി അങ്ങനെയാണ്. കാരണം നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവൻ ഏത് ആചാരത്തിന്റെ ബേസിലാണ്, ഏത് ഗ്രന്ഥത്തിന്റെ ബേസിലാണ് ഇവൻ ഇത് പറയുന്നത് എന്നൊന്ന് ചിന്തിക്കണം. ചിത്രം, ഒരു ഫോട്ടോ കണ്ടുപിടിച്ചിട്ട്, ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചിട്ട് എത്ര നാളുകളായിട്ടുണ്ടാവാം? നമ്മുടെ ആചാര ഗ്രന്ഥങ്ങൾ, നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ അതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഏത് നൂറ്റാണ്ടിലാണ്? അന്ന് എവിടെയാണ് ഫോട്ടോഗ്രാഫി? ഫോട്ടോ വെക്കരുത് എന്ന് ഒരാൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, എന്നോ ഫോട്ടോഗ്രാഫി ഇല്ലാതിരുന്ന, എന്നോ ഫ്രെയിമിംഗ് ഇല്ലാതിരുന്ന ഒരു കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള നമ്മുടെ ആചാര ഗ്രന്ഥങ്ങളിൽ എവിടെയാണ് ഫോട്ടോഗ്രാഫി, എവിടെയാണ് ഫോട്ടോ വരയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്? ചുമ്മാ പറയാം. അപ്പൊ നിങ്ങൾ പലരോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ പടം എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ചിത്രമല്ലേ നമ്മുടെ ഭിത്തികളിൽ തൂങ്ങേണ്ടത്? നമുക്ക് വേണ്ടി ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് നമ്മൾ നന്നാവണമെന്ന് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഉയർച്ചയെ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന നമ്മളുടെ അച്ഛനെയും അമ്മയെയും മരിച്ചു കഴിയുമ്പോൾ ഈ ചിത്രത്തിലൂടെയല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് തൂക്കരുത് എന്ന് പറഞ്ഞാൽ ആ ജോത്സ്യനോട് പോയി പണി നോക്കാൻ പറയാനുള്ള ആർജവം നമുക്ക് വേണം.